നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച് സലാം MLA യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴ പാതിരാപ്പള്ളി ക്യാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. 25-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ 3 ദിവസം നീളുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. SD കോളേജിൽ നടക്കുന്ന പരിപാടി അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച് സലാം MLA യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള പദ്ധതിയിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച് സലാം MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. വളർത്തുമൃഗങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. പശു ഒന്നിന് 450, അതോടൊപ്പം ഒന്നുകൂടി ഉണ്ടെങ്കിൽ അധികമായി 250 രൂപ കൂടി ചികിത്സാ ഫീസായും മരുന്നിനുമായും നൽകണം. നായ ഒന്നിന് ചികിത്സയ്ക്കും മരുന്നിനുമായി 950 രൂപയാണ് ഈടാക്കുക. ഡോക്ടർ, ഡ്രൈവർ കം അറ്റൻഡർ എന്നിവരുടെ സേവനമുണ്ടാകും. 1962 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയാണ് വീട്ടുപടിക്കൽ സേവനമെത്തുക. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പുലർച്ചെ 5 വരെയാണ് പ്രവർത്തന സമയം. അമ്പലപ്പുഴ കൂടാതെ വെളിയനാട്, ചമ്പക്കുളം ബ്ലോക്കുകളിലും ഇതിന്റെ പ്രവർത്തന പരിധിയിൽ വരും. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ഹാരിസ്, ശോഭ ബാലൻ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഹേമ നായർ, മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴ പാതിരാപ്പള്ളി ക്യാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 25-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴ പാതിരാപ്പള്ളി ക്യാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25-ാം തീയതി രാവിലെ സംഘടനയുടെ കൗൺസിലും അതിനുശേഷമാണ് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. തുടർന്ന് ഓരോ ദിവസക്കാലവും വ്യത്യസ്തങ്ങളായ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും സമ്മേളനങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കാലവർഷത്തിന്റെ വരവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രകടനം പൊതുസമ്മേളനമില്ല. 25-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ 62 വർഷത്തെ ചരിത്രത്തിൽ ഇത് 5ാം തവണയാണ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. 304 വനിതകൾ ഉൾപ്പെടെ 948 പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. മെയ് 26-ന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്യും. നവകേരള നിർമ്മാണത്തിൽ സിവിൽ സർവീസിനുള്ള പങ്കെന്ന വിഷയത്തിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ദേശീയതയുടെ വർത്തമാനം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ സുനിൽ P ഇളയിടം, MM ഷിനാസ് എന്നിവർ സംബന്ധിക്കും. 27-ന് നടക്കുന്ന ധനകാര്യ ഫെഡറലിസവും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അനിൽകുമാർ, പ്രസിഡന്റ് MV ശശിധരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ B സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. SD കോളേജിൽ നടക്കുന്ന പരിപാടി അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ 3 ദിവസം നീളുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ SD കോളേജിൽ ആരംഭിച്ച പുസ്തകോത്സവം അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു.
അത് മിണ്ടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ്. പക്ഷേ വികലമായ ആശയങ്ങൾ ഈ സമൂഹത്തോട് പറയാൻ അത്തരക്കാർക്കൊരു മടിയില്ല. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ശരിയായ വഴിയെക്കുറിച്ച് ശബ്ദിക്കേണ്ടവർ മിണ്ടാതിരിക്കുന്ന ഒരു ഭാഗം കേരളത്തിൽ കാണാം. മറുഭാഗത്ത് നമ്മൾ ആർജിച്ച എല്ലാ ഉയർച്ചയിൽ നിന്ന് ഒരു സമൂഹത്തെ വലിച്ച് താഴെയിടാൻ പാകമാകുന്ന വികലമായ ആശയഗതിക്കാർ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കാണുന്ന കേരളത്തിന്റെ ഏറ്റവും ഗൗരവമായൊരു പ്രത്യേകതയാണ്. അവിടെ നിശബ്ദത ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ അദ്ദേഹം സംസാരിച്ച പോലെ പലപ്പോഴും എനിക്ക് ചില വേദിയിൽ പോയി സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വേദിയുടെ കാരണം ഇങ്ങനെ ഒരു ഔദ്യോഗികമായൊരു പരിവേഷം കൂടി ചുറ്റും നിൽക്കുന്നുണ്ട്. ചില വേദിയിൽ പോയി ഇത്രയും ഫ്രീ ആയി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പൊ ആ വേദിയോട് ചിലപ്പോൾ ഒന്ന് ഞാൻ തന്നെ അല്ല എന്നെ പോലെയുള്ള ഞാൻ എന്ന് പേഴ്സണലി പറയുകയല്ല, ഇങ്ങനെ ചുമതലയുള്ള ആൾക്കാർ ഇങ്ങനെ ക്രമപ്പെടുത്തും. അങ്ങനെ പോലും സംസാരിക്കാൻ തുറന്നീ സമൂഹത്തിൽ ഉയർന്ന ശബ്ദമായി മാറിത്തീരേണ്ട നാവുകൾ ഈ കേരളത്തിൽ ഉണ്ടാവുന്നില്ല, അല്ലെ ഉയരുന്നില്ല എന്നത് ഗൗരവമായൊരു പ്രശ്നമായി നമ്മുടെ കവി കൂരിപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ, SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH പ്രേമ, കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ആസാദ്, KK സുലൈമാൻ, ഹരീന്ദ്രനാഥ് തായങ്കരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ടി തിലകരാജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 9-ന് ചേരുന്ന അനുമോദന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അലിയാർ മാക്കിയിൽ അധ്യക്ഷത വഹിക്കും. സിവിൽ സർവീസ് പരീക്ഷയിലെ ഉന്നത വിജയികളെ PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അനുമോദിക്കും. നവംബർ 1-ന് കേരളം ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും നവംബർ 1-ന് ഒരു ദരിദ്രർ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പറവൂർ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 64 മാർക്കറ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കേരളത്തിൽ നിർമ്മിക്കുന്നത്. 64 മാർക്കറ്റ്, ഏതാണ്ട് 164 കോടി രൂപ ചെലവഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ തീരദേശത്ത് നിങ്ങളൊന്ന് പോയിക്കേ, ഈ ആലപ്പുഴ ജില്ലയിൽ 4 പ്രധാനപ്പെട്ട നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറും ഒരു ചെറിയ ഹാർബർ മാത്രമായിരുന്നു ജില്ലയിലുണ്ടായിരുന്നെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിലെ ചെത്തി ഹാർബർ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണെന്നറിയോ? 200 കോടി രൂപയുടെ പ്രൊജക്ട് ഈ ഗവൺമെന്റ് കാലത്ത് കൊണ്ടൊന്ന് തുടങ്ങി പൂർത്തീകരിക്കാൻ പോവാണ്. സലാം പറഞ്ഞത് മാത്രമല്ല, സലാം പറയാത്തതടക്കം ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഈ 4 വർഷം കൊണ്ട് ചെയ്തു. ഈ 5 വർഷം തന്നെ 1 വർഷം ഫ്രീയാ, ബാക്കിയിട്ട് നോക്കി വീണ്ടും ചെയ്യും. അല്ല സലാം പറഞ്ഞു പോവല്ലേ ചെയ്തത്. H സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, ജയപ്രസിഡന്റ് R വിനോദ് കുമാർ, LSGDA അശ്വിനി, പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K സുജാത, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജില്ലയുടെ ആഘോഷമാക്കി മാറ്റുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ 2-ന് നടക്കുന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജില്ലയുടെ ആഘോഷമാക്കി മാറ്റുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവേശനോത്സവ ഒരുക്കങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പുതുതായി പ്രവേശനം നേടുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകാനും സ്കൂൾ ആർട്ട് ഗ്രൂപ്പും സമഗ്ര ശിക്ഷ കേരളയും അധ്യാപകരും ചേർന്ന് ക്ലാസ് മുറികൾ അലങ്കരിക്കാനും തീരുമാനിച്ചു.
പ്രവേശനോത്സവ ദിവസം വേദിക്ക് സമീപം പാർക്കിങ്ങിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. പി ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ADM ആശാ C. എബ്രഹാം, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ES ശ്രീലത, സമഗ്ര ശിക്ഷ കേരളം ആലപ്പുഴ DPC MS വിനോദ്, ജനപ്രതിനിധികൾ, അധ്യാപക രക്ഷകർതൃ സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. H. സലാം MLA യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴ പാതിരാപ്പള്ളി ക്യാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. 25-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ 3 ദിവസം നീളുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. SD കോളേജിൽ നടക്കുന്ന പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.